ഹായ് ഫ്രണ്ട്സ്, R4യിലേക്ക് സ്വാഗതം. നിഫ്റ്റി 50 അതിൻ്റെ റീസെൻ്റ് ലോ ആയിട്ടുള്ള 21,964 എന്ന് പറയുന്നത് എത്തിയത് മാർച്ച് 4-ാം തീയതി ആയിരുന്നു 2025. അവിടെ നിന്നാണ് ഇപ്പോൾ 23,350 എന്ന ലെവലിലേക്ക് നിഫ്റ്റി തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം 1,386 പോയിന്റിന്റെ ഒരു റിക്കവറിയാണ്. വെറും 16 ട്രേഡിംഗ് സെഷൻ കൊണ്ടാണ് നിഫ്റ്റി ഈ ഒരു നേട്ടം കൈവരിച്ചത്. അപ്പോൾ ഈ ഒരു മുന്നേറ്റത്തിന് കാരണമായത് തീർച്ചയായിട്ടും FIAസിന്റെ തിരിച്ചുവരവാണ്. നമുക്ക് കാണാൻ കഴിയും, ജനുവരിയിൽ FIAs സെല്ല് ചെയ്തത് 87,000 കോടിക്ക് മേലെയാണ്. അതുപോലെ ഫെബ്രുവരിയിൽ അവർ സെല്ല് ചെയ്തത് 58,000 കോടിക്ക് മുകളിലാണ്. എന്നാൽ മാർച്ചിൽ നമുക്ക് കാണാൻ കഴിയും, ഇതുവരെ 15,400 കോടിയുടെ ഒരു നെറ്റ് സെല്ലിംഗ് ആണ് അവർ നടത്തിയിട്ടുള്ളത്. ഇന്നത്തെ ബൈങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 7,400 കോടി ഒരു ബൈങ് ആണ്. ഇത് ഈ വർഷത്തെ ഏറ്റവും ഹയസ്റ്റ് റെക്കോർഡ് ബ്രേക്കിംഗ് ബൈങ് ആണ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയൊരു 5 ട്രേഡിംഗ് സെഷൻ കൂടി മാത്രമേ മാർച്ചിൽ ബാക്കിയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ 2025 ഏറ്റവും ലോവസ്റ്റ് സെല്ലിംഗ് മന്തായിട്ട് മാറും. അപ്പോൾ FIAസിൻ്റെ ഈ സെല്ലിങ്ങിൻ്റെ ആ ഒരു തീവ്രത കുറഞ്ഞു വരികയും, ഇതുകൂടാതെ നമ്മൾ മൊത്തത്തിൽ കാണുന്നത് ഫ്യൂച്ചർ മാർക്കറ്റിൽ FIA അവരുടെ ഷോർട്ട് പൊസിഷൻസ് വല്ലാതെ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ കൂടുതലായിട്ട് ലോങ് പൊസിഷനിലേക്ക് മാറിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മേജർ ചേഞ്ചാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നിലവിലുള്ള ഈ ഒരു 23,300 എന്നുള്ള ലെവല് മാർക്കറ്റിൽ കുറച്ച് ദിവസം കൂടി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ഒരു തിരിച്ചു കയറ്റത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്നുള്ളത്. മറ്റൊരു അനുകൂലമായ ഘടകം നമ്മൾ കാണുന്നത് റൂപ്പിയുടെ വാല്യൂ അത് കഴിഞ്ഞ 2 മാസത്തെ ഏറ്റവും ശക്തമായ നിലയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അത് 86-ൽ നിന്നും താഴെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊരു മേജറായിട്ടുള്ള ചേഞ്ചാണ്. കാരണം 87-ൽ നിന്നാണ് 86, അതിൽ നിന്നും ഇപ്പോൾ താഴ്ന്നുകൊണ്ട് 85-ലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് 5 ദിവസം ഈ രീതിയിലുള്ള ആ റുപ്പിയുടെ ശക്തി വർദ്ധിച്ചു വരുന്നത് കഴിഞ്ഞ 5 മാസമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം നോട്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏഷ്യയിലുള്ള മറ്റു രാജ്യങ്ങളിലെ കറൻസിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ത്യൻ കറൻസി ഇപ്പോൾ ടോപ്പ് പെർഫോമറായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ബ്രോഡ് മാർക്കറ്റിൻ്റെ ഒരു റിക്കവറിയുടെ ഒരു തോത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിഫ്റ്റി 50 അതിൻ്റെ ഹൈ ആയിട്ടുള്ള 26,277 നിന്ന് അതിൻ്റെ ലോയിലേക്ക് വന്നത് 21,964 വരെയായിരുന്നു. അത് ഏകദേശം 16% ഒരു ഡൗൺ ആയിരുന്നു. അതേപോലെ നിഫ്റ്റി നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ അത് 77,000 എന്നുള്ള അതിൻ്റെ ഹൈയിൽ നിന്നും 56,000-ലേക്ക് വന്നിരുന്നു. അത് ഏകദേശം 27% ഒരു ഡൗൺ ആയിരുന്നു. അതുപോലെ മിഡ് ക്യാപ്പ് 150 നോക്കുകയാണെങ്കിൽ അത് 17,000 എന്നുള്ള ലെവലിലാണ് അതിൻ്റെ ഹൈയിൽ നിന്നും വന്നത്. ഏകദേശം 22% ഡൗൺ ആയിരുന്നു. അതേപോലെ സ്മോൾ ക്യാപ്പ് 250 അതിൻ്റെ ഹൈയിൽ നിന്നും 13,000 എന്ന ലെവലിലേക്ക് വന്നിരുന്നു. അത് ഏകദേശം 28% ഡൗൺ ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നിഫ്റ്റി 50 വെച്ചിട്ട് ബാക്കിയുള്ള ഈ 3 ഇൻഡെക്സുകളും ബെയറിഷ് ട്രെൻഡിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നാണ് ഇപ്പോൾ തിരിച്ചു വന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഈ 4 ഇൻഡെക്സുകളുടെയും ആ ഡൗൺ പെർസെൻറ്റേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇപ്പോൾ 11% മാത്രമാണ് അതിൻ്റെ ഹൈയിൽ നിന്നും ഡൗൺ ആയിട്ടുള്ളത്. നിഫ്റ്റി നെക്സ്റ്റ് 50 19% ഡൗൺ ആയിട്ടുണ്ട്. മിഡ് ക്യാപ്പ് 150 14% മാത്രമാണ് ഡൗൺ ആയിട്ടുള്ളത്. അതുപോലെ സ്മോൾ ക്യാപ്പ് 250 18% മാത്രമാണ് ഡൗൺ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 20% മുകളിൽ പോകുമ്പോഴാണ് നമ്മൾ ബെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈയിൽ നിന്നും ഈ 4 ഇൻഡെക്സുകളും 20-ൽ താഴെ മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ആ ബെയറിഷ് മാർക്കറ്റിൻ്റെ ആ ഒരു ഫിയർ തീർച്ചയായിട്ടും ഇല്ലാതായിട്ടുണ്ട്. ഇന്നലെ യഥാർത്ഥത്തിൽ US മാർക്കറ്റിൽ പ്രധാനപ്പെട്ട IT കൺസൾട്ടിംഗ് ഫേമായിട്ടുള്ള ആക്സെഞ്ചർ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ റിസൾട്ട് വന്നിരുന്നു. ആ റിസൾട്ടിന് ശേഷം ആ കമ്പനി അനൗൺസ് ചെയ്ത ഒരു മാർക്കറ്റ് ഗൈഡൻസ് അത് തികച്ചും ആശങ്കയുളവാക്കുന്ന ഒരു ഗൈഡൻസ് ആയിരുന്നു. ഒരു ആക്സെഞ്ചർ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ IT കൺസൾട്ടിംഗ് കമ്പനികളിലെ ടോപ്പ് നമ്പർ 1 കമ്പനിയാണ്. ടോപ്പ് 10 കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആക്സെഞ്ചർ, അതുപോലെ ഡെലോയിറ്റ്, IBM, കാപ്ജെമിനി, നമ്മുടെ ഇന്ത്യയിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് അത് 5-ാം സ്ഥാനത്താണ്. അതുപോലെ കോഗ്നിസെൻ്റ്, PwC, EY, അതുപോലെ McKinsey & കമ്പനി, അതുപോലെ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്, ഇങ്ങനെ ടോപ്പ് 10 IT കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്പർ 1 സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ് ആക്സെഞ്ചർ. അപ്പോൾ 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടാറ്റ കൺസൾട്ടൻസി തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയാണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആക്സെഞ്ചറിൻ്റെ വലുപ്പം നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമാണ്. അത്ര വലിയൊരു കമ്പനിയാണ് ആക്സെഞ്ചർ. അപ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ടും അതിൻ്റെ കമൻട്രിയും ഒക്കെ മൊത്തത്തിൽ പൊതുവെ IT സെഗ്മെൻറ്റിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ ആക്സെഞ്ചറിൻ്റെ സെക്കൻഡ് ക്വാർട്ടറിലുള്ള ആ ഒരു ഏർണിങ്സ് റിപ്പോർട്ട് അത് അനലിസ്റ്റുകളുടെ എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്ത നല്ല റിസൾട്ടായിരുന്നു. പക്ഷെ അതിനോടനുബന്ധിച്ച് വന്ന മാർജിൻ ഗൈഡൻസ് അതിലവർ പറയുന്നത് US ഗവൺമെൻറ്റിൽ നിന്നുള്ള ബിസിനസ് വരുന്ന വർഷങ്ങളിൽ അത്
സ്ലോവർ ഗ്രോത്ത് ആയിരിക്കുമെന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. കാരണം ട്രംപിന്റെ പുതിയ അഡ്മിനിസ്ട്രേഷൻ, പ്രത്യേകിച്ച് എലോൺ മസ്കിന് നിർണായക സ്വാധീനമുള്ള ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് വരുത്താനുള്ള ആ ഒരു ഹെഡായിട്ട് എലോൺ മസ്കിനെ നിയമിച്ചത്, അതിനുശേഷം വന്നിട്ടുള്ള തീരുമാനങ്ങൾ തീർച്ചയായിട്ടും ഇവരുടെ ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. കാരണം ഈ ജനറൽ സർവീസ് അഡ്മിനിസ്ട്രേഷൻ, പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ സൈഡിലുള്ള കോൺട്രാക്റ്റുകൾ പലതും ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. US ഗവൺമെന്റ് 10 ഹയസ്റ്റ് പെയ്ഡ് കൺസൾട്ടിംഗ് ഫേമുകളെ കൂടുതൽ അവരുടെ കോൺട്രാക്റ്റുകൾ റിവൈസ് ചെയ്യാനും ആവശ്യമുള്ളവ മാത്രം റിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ഇവരുടെ റവന്യൂവിലും പ്രോഫിറ്റിലും വലിയ ഒരു ഡിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട്, അത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ വലിയ തോതിലുള്ള പാനിക് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആക്സെഞ്ചർ സ്റ്റോക്കിൽ 6.2% ഒരു ഫോൾ ഉണ്ടായിരുന്നു. കൂടാതെ എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ മേക്കറായിട്ടുള്ള സർവീസ് നൗ എന്ന് പറയുന്ന കമ്പനിയിലും 2.9% ഒരു ഡിപ്പ് ഉണ്ടായിരുന്നു. കാരണം ആ കമ്പനിയും ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് ഫെഡറൽ ബിസിനസ്സിൽ കാര്യമായ കോൺട്രാക്റ്റുകൾ ഉള്ള കമ്പനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള IT കമ്പനികൾ, പ്രത്യേകിച്ച് US ഗവൺമെൻറ്റുമായിട്ട് നേരിട്ടുള്ള കോൺട്രാക്റ്റുകളുള്ള കമ്പനികൾ നമ്മൾ തീർച്ചയായിട്ടും കോഷ്യസ് ആവേണ്ട ഒരു സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ മോർണിംഗ് സെഷനിൽ ഈ IT കമ്പനികൾ വലിയൊരു ഗ്യാപ്പ് ഡൗണിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അത് റിക്കവർ ചെയ്തിരുന്നു. നമുക്ക് കാണാൻ കഴിയും പല IT കമ്പനികളും ഫ്ലാറ്റ് ടു നെഗറ്റീവ് എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. ഇന്ന് മാർക്കറ്റ് ഇത്ര റാലി നടന്നിട്ടും ഈ IT കമ്പനികളിൽ വലിയ മൂവ് കണ്ടിട്ടില്ല. ഇപ്പോൾ TCS, HCL ടെക്, LTTS, ടെക് മഹീന്ദ്ര, ഇൻഫോസിസ്, വിപ്രോ പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ ഫ്ലാറ്റ് ടു നെഗറ്റീവിൽ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റ് ഒരു 23,300 എന്നുള്ള ആ ഒരു ലെവലിൽ നമ്മൾ ബുള്ളിഷായിട്ട് കാണുന്നുണ്ടെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഏപ്രിൽ 2 ഒരു പ്രധാനപ്പെട്ട ഇവൻറ്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഏപ്രിൽ 2 എന്ന് പറയുന്ന ആ ഒരു റെസിപ്രോക്കൽ താരിഫിൻ്റെ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രമായിരിക്കും മാർക്കറ്റിൽ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ച ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അത് 7% അപ്സൈഡ് പോയതായിട്ട് കാണാൻ പറ്റും. ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഇപ്പോൾ സെക്യൂരിറ്റി ആൻഡ് ഇൻ്റലിജൻസ് സർവീസസ് ഇന്ത്യ എന്ന് പറയുന്ന ഈ കമ്പനി അവരുടെ ക്ലയൻസിന് സെക്യൂരിറ്റി റെൻഡറിങ്ങും അതുപോലെ ഇൻ്റലിജൻസ് റിലേറ്റഡ് സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതായത് ഇൻഡസ്ട്രി റാങ്കിങ്ങിൽ സെക്യൂരിറ്റി സൊല്യൂഷനിലും അതുപോലെ സെക്യൂരിറ്റി ഇൻ്റർനാഷണൽ സൊല്യൂഷൻസ് ആയാലും അതുപോലെ ഫെസിലിറ്റി മാനേജ്മെൻറ്റിലും ഒക്കെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണിത്. ഇവരുടെ ഒരു ക്ലയൻറ്റ് ലിസ്റ്റിൽ നമുക്ക് AGL, BHP, ടാറ്റ സ്റ്റീൽ, ITC, ഹിൻഡായി, ടൊയോട്ട, യെസ് ബാങ്ക്, SBI, ആമസോൺ, മൈന്ത്ര, LNT, അൾട്രാടെക്, സിപ്ല, സൺഫാർമ, അപ്പോളോ, UTS, അതുപോലെ IRCTC, ഇങ്ങനെ ധാരാളം ക്ലയൻറ്റുകൾ ഇവരുടെ സർവീസസ് അവൈൽ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവരെ എക്സ്ചേഞ്ചിൽ ഫയലിങ്ങിൽ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റിൽ നമ്മൾ കാണുന്നത് അവരുടെ ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് മാർച്ച് 25 ഷെയർ ബൈബാക്ക് കൺസിഡർ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിവരുടെ 4ാമത്തെ ഷെയർ ബൈബാക്കാണ്. 2021, 2022, 2023 ഇവർ ഷെയർ ബൈബാക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഷെയർ ബൈബാക്ക് നടത്തുന്നത് ടെൻഡർ ഓഫർ റൂട്ടിലൂടെയാണ്. ടെൻഡർ ഓഫർ റൂട്ട് എന്ന് പറയുമ്പോൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ഒരു പ്രത്യേക പ്രൈസിൽ, അതായത് നിലവിലെ മാർക്കറ്റ് റേറ്റിനേക്കാൾ കൂടുതൽ വിലയിൽ ഈ പ്രൊമോട്ടേഴ്സ് ഈ ഷെയർ അവരുടെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പരിപാടിയാണ് നമ്മൾ ബൈബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ കമ്പനി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2022 മാർച്ചിൽ അവർ 71.55% ആയിരുന്നു ഇവരുടെ പ്രൊമോട്ടർ ഷെയർ ഹോൾഡിങ്. അത് 2023 71.59 ആയിട്ടും അതുപോലെ 2024 അത് 71.7 ആയിട്ടും ഏറ്റവും ഒടുവിൽ ഡിസംബർ 2024 അത് 72% ആയിട്ടും ഉയർന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവരുടെ ആ ഒരു പ്രൊമോട്ടർ ഹോൾഡ് തന്നെ വളരെ ഹൈ ആണ്. അവിടെ അവർ വീണ്ടും ഷെയർ ബൈബാക്ക് നടത്തുന്നുണ്ട് എന്നുള്ളത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കൂടാതെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 13% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 5% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിൽ കാണാൻ പറ്റും. പബ്ലിക്കിൻ്റെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഇതിലുള്ളൂ, 10% താഴെയാണത്. അപ്പം വെറും 4,552 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണിത്. 316 ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് പ്രൈസ്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 20 3 വർഷത്തെ ഒരു ആവറേജ് PE ഏകദേശം 19 ആ ഒരു ലെവലിലാണ് സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ക്വാർട്ടറിൽ കമ്പനിയുടെ റിസൾട്ടിൽ 9% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് സെയിൽസിലും 177% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് പ്രോഫിറ്റിലും കാണാൻ കഴിയും. അതുപോലെ ക്വാർട്ടർലി നോക്കുവാണെങ്കിലും അത് 2.87% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസും 48% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റും രേഖപ്പെടുത്തിയായിട്ട് കാണും. അപ്പോൾ ഈ കമ്പനിയുടെ ആ ഒരു ബിസിനസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സെക്യൂരിറ്റി ആൻഡ് ഇൻ്റലിജൻസ് സർവീസ് കൂടാതെ ഇവർ ട്രെയിനിങ്ങും അതുപോലെ മാൻഡ് ഗാർഡിങ്, എമർജൻസി റെസ്പോൺസ്, അതുപോലെ പാരാമെഡിക് സർവീസസ്,
ലോസ് പ്രിവെൻഷൻ, അസറ്റ് പ്രൊട്ടക്ഷൻ, മൊബൈൽ പെട്രോൾസ് തുടങ്ങി സെക്യൂരിറ്റി മേഖലയിലാണ് ഇവരുടെ പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ. കൂടാതെ ഇവർ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് രംഗത്ത് ഹൗസ് കീപ്പിങ്ങും ക്ലീനിങ്ങും പെസ്റ്റ് കൺട്രോൾ പോലെയുള്ള സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ അലാറം മോണിറ്ററിംഗ്, അതുപോലെ റെസ്പോൺസ് സർവീസസ്, ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റം, ഇങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് ആണ് ഇവർ പല കമ്പനികൾക്കും നേരത്തെ സൂചിപ്പിച്ച ക്ലയൻസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് നിങ്ങൾ കൂടുതലായി പഠിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യൂസ് പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. See you next time with another video.